ഹലോ എവരി വൺ. ഇപ്പോൾ നമ്മൾ ഇന്ന് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളത്. ഇത് ചെറിയ ക്ലാസ്സുകളിലൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതെന്താണെന്നുള്ളത് എന്തായാലും എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതുവാണെന്ന് വെച്ചോ. അപ്പോൾ ഞാൻ എഴുതുവാണ് 1, 5, 9, 13. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ അടുത്ത് വരുന്ന നമ്പർ ഏതാണെന്ന് എഴുതാൻ പറയുവാണെന്ന് വെച്ചോ. ഓക്കെ, ഈ 13 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ വരും. ആ നമ്പർ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും തന്നെ ആൻസർ പറയും അല്ലേ? കാരണം എന്താണ്, ഇവിടെ ഈ 1 കഴിഞ്ഞു, നമ്മൾ 4 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. അതിൻ്റെ ഒപ്പം 5ൻ്റെ ഒപ്പം 4 ആഡ് ചെയ്തപ്പോൾ വീണ്ടും 9 കിട്ടി. 9ൻ്റെ ഒപ്പം 4 ആഡ് ചെയ്തപ്പോൾ 13 കിട്ടി. ഇപ്പോൾ 13ൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്? എല്ലായിടത്തും 4 തന്നെയല്ലേ ആഡ് ചെയ്തേക്കുന്നത് അല്ലേ? ഇവിടെ 4 ആഡ് ചെയ്തു, ഇവിടെ 4 ആഡ് ചെയ്തു, ഇവിടെയും 4 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെയും 4 തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ 13 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേം കണ്ടുപിടിക്കാം. അടുത്ത ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 17 + 4 ചെയ്യുക. അപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടും. ഇങ്ങനെ ഇത് എഴുതി പോയിക്കൊണ്ടേ ഇരിക്കാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതുന്നതിന്, അതായത് ഈ 1, 5, 9, 13, 17, 21, ഓക്കെ, അങ്ങനെ ഒരു ലിസ്റ്റിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP എന്ന് പറയുന്നത്. അപ്പോൾ AP എന്ന് എവിടെ കണ്ടാലും അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ അത് ഷോർട്ട് കട്ടായിട്ട് AP എന്നാണ് ടെക്സ്റ്റിൽ പല സ്ഥലത്തും എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ AP എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ AP എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ. ഇനി ഇപ്പോൾ ഈ ഒരു APയിൽ അല്ലെങ്കിൽ ഏത് AP ആണെങ്കിലും നമ്മളെപ്പോഴും സെയിം നമ്പറാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ 4 ആഡ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും 4 മാത്രമാണ് ആഡ് ചെയ്യുള്ളൂ അടുത്തടുത്ത ടേം കിട്ടാനായിട്ട്. ഒരിക്കലും നമ്പർ മാറ്റി ആഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ വേറൊരു AP പറയാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ 3യും അടുത്ത നമ്പർ 8 ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? +5 ആണ് ആഡ് ചെയ്തേക്കുന്നത്. 3 + 5 8 വന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്ത ടേം വരുന്നത് 8 + 5 13 ആയിരിക്കും. അതിൻ്റെ അടുത്തത് 13 + 5 18 ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 5 വെച്ചാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ APയിൽ അപ്പോൾ നമ്മൾ 5 വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി വേറൊരു AP എഴുതാം. 20, 15, 10, 5, 0, -5 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ APയിൽ നമ്മൾ നോക്കിയാൽ കാണാൻ നമ്പേഴ്സ് കുറഞ്ഞാണ് വരുന്നത് അല്ലേ? ഇവിടെ മുകളിലൊക്കെ കൂടിയാർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിവിടെ ആഡ് ചെയ്യുന്ന നമ്പർ നെഗറ്റീവ് ആണെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ -5 ആണ് ഓരോ ടേമിൻ്റെ ഒപ്പം ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, -5 ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സബ്ട്രാക്ട് ചെയ്യാന്നർത്ഥം. അപ്പോൾ -5 നമുക്കത് ആഡ് ചെയ്യണം എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്യാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്ക് ഇവിടെ -5 ആഡ് ചെയ്തു. അപ്പോൾ ഈ അടുത്തടുത്ത നമ്പേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ -5 കഴിഞ്ഞിട്ട് അടുത്ത ടേം നോക്കണമെങ്കിൽ വീണ്ടും -5 ആഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? -10 എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന നമ്പേഴ്സ്, ഓക്കെ, അതായത് ഇപ്പോൾ ഈ APയിൽ 4 ആണ് ആഡ് ചെയ്തേക്കുന്നത്, ഈ APയിൽ 5 ആണ് ആഡ് ചെയ്തേക്കുന്നത്, ഈ APയിൽ -5 ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, എല്ലായിടത്തും ഇതേ നമ്പറാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? ഇവിടെയുള്ള ഓരോ ടേമിലും നമ്മൾ 4 ആയിരിക്കും ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്ന നമ്പറിന് പേര് പറയുന്നതാണ് കോമൺ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4, 5, -5 ഇതിനെല്ലാം കൂടി, അല്ലെങ്കിൽ ഇതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കോമൺ ഡിഫറൻസ് എന്നാണ്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ നമ്പർ കിട്ടണമെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുക? 5 - 1 ചെയ്താൽ മതി അല്ലേ? അല്ലെങ്കിൽ 13 - 9, അല്ലെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന ഏത് 2 നമ്പർ മൈനസ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോണത് ഈ ഡിഫറൻസ്, അതായത് ഈ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ എന്നർത്ഥം അല്ലേ? ഇപ്പോൾ 8 - 3 ചെയ്താൽ നമുക്ക് 5 കിട്ടും, അല്ലെങ്കിൽ 18 - 13 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 5 കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഏത് 2 അടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താലും നമുക്ക് എപ്പോഴും ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആ നമ്പറിനപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും.
ഈ കോമൺ ഡിഫറൻസിനെ നോർമലി ഡിനോട്ട് ചെയ്യാറ് ഡി എന്നുള്ള ഇതിലാണ്. ഈ ചാപ്റ്ററിൽ ഫോർമുലാസിലെല്ലാം കോമൺ ഡിഫറൻസിനെ ഡി എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് എലമെൻറ്റ്, ഓക്കെ, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്, ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് 20 ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് എ എന്നുള്ള ആൽഫബറ്റ് യൂസ് ചെയ്തായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സ്മോൾ എ എന്നുള്ള ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഫസ്റ്റ് ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഒരു എ പി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലൊരു എ പി എഴുതാം. ഈ 3, 8, 13, 18 ആ എ പി. ഓക്കെ, 3, 8, 13, 18, അടുത്ത നമ്പർ 23 ആയിരിക്കും. ഓക്കെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ ഓരോ ടേംസ് ഇതിനെയും ഈ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ പറയുക ടേംസ് എന്നാണ് പറയുക. ഓക്കെ, ടേംസ് ഓഫ് ആൻ എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ പിയിലുള്ള ഓരോ നമ്പറും. ഓക്കെ, അപ്പോൾ 3 അതിൻ്റെ ടേമാണ്, 8 അതിൻ്റെ ടേമാണ്, 13 അതിൻ്റെ ടേമാണ്, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ടേംസ് എന്ന് പറയും. ഇനി ഈ നമ്മൾ വേറെ ഇതിൻ്റെ പൊസിഷൻ പറയും. ഓക്കെ, പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ എവിടെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ആ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 3 ഫസ്റ്റ് പൊസിഷനിലാണ്, 8 സെക്കൻഡ് പൊസിഷനിൽ, 13 തേർഡ് പൊസിഷൻ, 18 ഫോർത്ത്, ഇത് 5th, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 7th പൊസിഷനിൽ നമ്പർ ഉണ്ടാവും, 8th ഉണ്ടാവും, 9th ഉണ്ടാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 100th പൊസിഷനിൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, ഈ പൊസിഷനെ നമ്മൾ നോർമലി ഡിനോട്ട് ചെയ്യുക എൻ എന്നുള്ള നമ്പർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ എന്നുള്ള ആൽഫബറ്റ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ പൊസിഷനെ ഡിനോട്ട് ചെയ്യുക. ഈ ടേമിനെ ഡിനോട്ട് ചെയ്യുന്നത് എ എൻ എന്ന് എഴുതും. ആ എൻ എയുടെ താഴെയായിട്ട് എഴുതും. എ എൻ എന്ന് എഴുതുന്നതിൻ്റെ അർത്ഥം അത് nth ടേം എന്നാണ്. ഓക്കെ, എൻ എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന ടേം, അങ്ങനെയാണ് nth ടേം എന്ന് എഴുതുക. അപ്പോൾ എ എൻ എന്ന് എഴുതുന്നത് nth ടേം, എൻ പൊസിഷനിൽ കിടക്കുന്ന ടേം. അപ്പോൾ നമുക്കിപ്പോൾ 10ാമത്തെ ടേം വേണമെങ്കിൽ 10th പൊസിഷനിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ A10 എന്ന് എഴുതും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ 30th 30ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ടേമിന് നമ്മൾ എന്തെഴുതും? A30 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. എവിടെയാണോ ആ ടേം കിടക്കുന്നത് അത് ഇവിടെ നമ്മൾ താഴെ നമ്പറായിട്ട് എഴുതും. അതായത് ഇത് അപ്പോൾ ഈ കേസിൽ 10th പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്താണ്? 10. ഓക്കെ, എവിടെയാണ് കിടക്കുന്നുള്ളതാണ് എപ്പോഴും എന്നിൻ്റെ വാല്യൂ. ഇവിടെ 30ാമത്തെ പൊസിഷനിലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 30. ഓക്കെ, അപ്പോൾ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം, ടേം എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ കോമൺ ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, പിന്നെ ഈ എ എന്നുള്ളത് ഫസ്റ്റ് ടേമാണ്, ഒരു എ പിയിൽ വരുന്ന ആദ്യത്തെ ടേം. ഓക്കെ, അതാണ് എ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു എ പിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതിലെ 11ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ 6ാമത്തെ കണ്ടു, 7, 8, 9, 10, അതിനുശേഷം 11, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനായിട്ട് നമുക്ക് nth ടേമിൻ്റെ ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ആ ഫോർമുല നിങ്ങൾ അത് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം 3 അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 3 ആയിരുന്നു. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ 3യുടെ ഒപ്പം നമ്മൾ എന്താണ് ആഡ് ചെയ്യണത്? ആ കോമൺ ഡിഫറൻസ് ഒരു തവണ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു തവണ ആഡ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 × 5 എന്ന് എഴുതുന്നു. അപ്പോൾ നമുക്ക് 3 + 1 × 5 8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടേം 8 ആണ്. ഇനി ഇതിൻ്റെ തേർഡ് ടേം എന്താണ്? അപ്പോൾ ഇത് A2 ആണ്, ഇത് A3. ഓക്കെ, തേർഡ് ടേം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 3യുടെ ഒപ്പം നമ്മൾ 2 തവണ 5 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 + 10 13 എന്ന് വന്നു. അതുപോലെ ഫോർത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ 4ൽ കിടക്കുന്നത് 3 + 3 × 5 ആയിരിക്കും, അതായത് 15 + 3 18. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ കണ്ടോ? എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് ടേം പ്ലസ് എന്നാണ് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ പൊസിഷൻ ഇവിടെ കോമൺ ഡിഫറൻസ് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഇവിടെ ഉള്ളത്, ഇപ്പോൾ സെക്കൻഡ് എന്നാണെങ്കിൽ ഇവിടെ 1 ഇടും, തേർഡ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇടും, ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 3 ഇടും. ഓക്കെ, അപ്പോൾ 11th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിടും?
ഇതിനെ 3 പ്ലസ് 11 നിന്നും 1 കുറച്ചിട്ട്, അതായത് 10 ഇൻറ്റു 5 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമുക്ക് nth ടേമിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. അതായത് an എന്ന് പറയുവാണെങ്കിൽ എപ്പോഴും ആ ഫസ്റ്റ് ടേം ഇവിടെ 3, ഓക്കെ, ഫസ്റ്റ് ടേം 3 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് എന്നിൻ്റെ ഒരു വാല്യൂ കുറയ്ക്കണം അല്ലേ. ഇവിടെ 11 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 വരും. അപ്പോൾ എന്നിൽ നിന്ന് എപ്പോഴും 1 മൈനസ് ചെയ്യണം. അപ്പോൾ n-1 ഇൻറ്റു ഇതെന്താണ്, 5 എന്ന് പറയുന്നത് എന്തായിരുന്നു, കോമൺ ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ ഇതായിരിക്കും nth ടേമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഇതിൽ 5th ടേം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഈ നമ്മൾ എഴുതിയേക്കുന്ന എ പിയുടെ 5th ടേം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ A5 എന്നായിരിക്കും 5th ടേം എന്ന് പറയുന്നത്. അപ്പോൾ A5 ഈക്വൽ ടു എന്തായിരിക്കും, a പ്ലസ് എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 5-1 ഇൻറ്റു d. ഇവിടെ എയുടെ വാല്യൂ എന്താണ്, 3. ഓക്കെ, ഫസ്റ്റ് ടേം 3 ആയിരുന്നു. 5-1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു ഡിയുടെ വാല്യൂ 5. അപ്പോൾ എന്താ കിട്ടുക, 3 പ്ലസ് 4 ഇൻറ്റു 5 20. അപ്പോൾ 3 പ്ലസ് 20 എന്ന് പറയുമ്പോൾ 23. ഓക്കെ, അതല്ലേ, നോക്കിക്കേ ഇവിടെ ഇവിടുത്തെ 5th ടേം എന്ന് പറയുന്നത് 23 ആയിരുന്നു, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഈ ഫോർമുല ഉപയോഗിച്ചാലും ആ സെയിം നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.